ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സബ്സീക്വൻസുകളെ കുറിച്ചാണ്. അതായത് നമുക്കൊരു സീക്വൻസ് തന്നാൽ അതിൽ നിന്ന് എങ്ങനെ സബ്സീക്വൻസുകളെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്സീക്വൻസുകൾ അതിൻ്റെ ഒരു ഫംഗ്ഷനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഒരു സബ്സീക്വൻസ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ സബ്സീക്വൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ടുകൾ പലതും പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് കൺസ്ട്രക്റ്റീവ് പ്രൂവുകളായിരിക്കും. അങ്ങനത്തെ പ്രൂഫൊന്നും നമ്മൾ ചെയ്യില്ല. ഫസ്റ്റ് റിസൾട്ട്, എവറി റിയൽ സീക്വൻസ് ഹാവ് എ മൊണോട്ടോൺ സബ്സീക്വൻസ്. ഏതൊരു റിയൽ സീക്വൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതിന്റെ അർത്ഥം ഏതൊരു റിയൽ സീക്വൻസിനും എന്തുണ്ട്, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ ഏതൊരു റിയൽ സീക്വൻസിനും ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്. സോ ഞാൻ എടുക്കുകയാണ്, ഞാനൊരു ബൗണ്ടഡ് റിയൽ സീക്വൻസ് എടുത്തു. മോഡ് n is less than or equal to m. മോഡ് n less than or equal to m ആയിട്ട് ഒരു സീക്വൻസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ പറഞ്ഞ ഏതൊരു റിയൽ സീക്വൻസിനും മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ ബൗണ്ടഡ് സീക്വൻസിനും എന്തുണ്ടായിരിക്കും, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. സോ ലെറ്റ് ARN be a subsequence of and ARN be a monotone subsequence. Okay, monotone subsequence of AN with Rn R1 less than R2 less than etc less than Rn less than etc. Okay, സബ്സീക്വൻസ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ്, ഏനിന്റെ ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് കിട്ടി. ഓക്കെ, ഇനി നോക്കുക, AN ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ARN എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ട്രിവിയലി ട്രൂ ആണ്. സോ മോഡ് ARN is less than or equal to m. എം തന്നെ ആവണമെന്നില്ല, എന്തായാലും അബ്സല്യൂട്ട് ആയി നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലിയർ ആയിട്ട് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്ന് പറയാൻ പറ്റും. എം തന്നെ ആവണമെന്നില്ല. ഓക്കെ, സോ മോഡ് ARN is less than or equal to m. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ARN എന്താണ്, അപ്പൊ നമുക്ക് ഒരു സീക്വൻസ് കിട്ടി. എന്ത്, ഒരു സീക്വൻസ് ARN കിട്ടി. സബ്സീക്വൻസ് ആണ്, ഞാൻ സബ്സീക്വൻസ് അല്ലാതെ അതിനൊരു സീക്വൻസ് ആയിട്ട് എടുത്തു. ARN എന്താണ്, ബൗണ്ടഡ് ആണ്, പ്ലസ് മൊണോട്ടോൺ ആണ്, will implies convergent. അപ്പൊ എനിക്ക് ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തപ്പോ എനിക്ക് എന്ത് കിട്ടി, ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തപ്പോ അതിന്റെ ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് കിട്ടി. ബൈ ദിസ് തിയറം എനിക്ക് എന്ത് കിട്ടി, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് കിട്ടി. ആൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റി, അത് ബൗണ്ടഡ് ആണ്. AN ബൗണ്ടഡ് ആയതുകൊണ്ട് ആ സബ്സീക്വൻസ് ബൗണ്ടഡ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് കൺവെർജന്റ് സീക്വൻസ്. ഇറ്റ് ഈസ് എ കൺവെർജന്റ് സീക്വൻസ് ആണ്. ആൻഡ് ഹെൻസ് ഇറ്റ് എ കൺവെർജന്റ് സബ്സീക്വൻസ്. ഓക്കെ, സോ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ബൗണ്ടഡ് സീക്വൻസിന് സെക്കൻഡ് റിസൾട്ട്, എ ബൗണ്ടഡ് സീക്വൻസ് ഹാവ് എ കൺവെർജന്റ് സബ്സീക്വൻസ്. കൺവെർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. സോ കൺവെർജന്റ് സബ്സീക്വൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും അല്ലെ. സീക്വൻസിന് ലിമിറ്റ് ഉണ്ടായിരിക്കും, ഈ കൺവെർജന്റ് സീക്വൻസിന് ലിമിറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സബ്സീക്വൻഷ്യൽ ലിമിറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സബ്സീക്വൻഷ്യൽ ലിമിറ്റ് എന്ന് പറയാം. എല്ലാ സബ്സീക്വൻഷ്യൽ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് പോയിന്റ് ആണ്. ഹെൻസ് എ ലിമിറ്റ് പോയിന്റ്. സോ ഒരു ബൗണ്ടഡ് സീക്വൻസിന് എന്തായിരിക്കും, ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. ഹെൻസ് എ ലിമിറ്റ് പോയിന്റ്. ഇതേ തിയറം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേ തിയറം. എന്താണിത്, ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. A bounded sequence have a limit point. Okay, Bolzano-Weierstrass theorem. Okay, so ഇത് നമ്മൾ പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇതിനെ നമ്മൾ മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്ന് പറയും. ഇതിനെ നമ്മള് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എന്ന് പറയും. ഓക്കെ, സോ ഒരു ബൗണ്ടഡ് സീക്വൻസിന് എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു കൺവെർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഹെൻസ് എ ലിമിറ്റ് പോയിന്റ്. ഓക്കെ, സോ നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടി.
എല്ലാ റിയൽ സീക്വൻസിനും ഒരു മോണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. എ ബൗണ്ടഡ് സീക്വൻസ് ഹാവ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. ഇതിന്റെ കോൺവേഴ്സ് ട്രൂ ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാം. ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഞാൻ എടുത്തു, സോറി ഒരു കൺവേർജന്റ് സീക്വൻസ് എടുത്തു. ഇഫ് an ഈസ് കൺവേർജന്റ്, an കൺവേർജന്റ് ആണെന്ന് വിചാരിക്കുക. an കൺവേർജന്റ് ആണ്. സോ an ഈസ് ബൗണ്ടഡ്. an എന്താണ്? an എന്താണെന്ന് പറയാൻ പറ്റും? ബൗണ്ടഡ് ആണെന്ന് പറയാം. an കൺവേർജന്റ് ആയതുകൊണ്ട് an ബൗണ്ടഡ് ആണ്. സോ നമുക്ക് എന്താ പറയാം, എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും എന്തുണ്ട്? ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. എ കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എ കൺവേർജന്റ് സബ്സീക്വൻസ് ആൻഡ് ഹെൻസ് എ ലിമിറ്റ് പോയിന്റ്. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാണ്, an ബൗണ്ടഡ് ആയതുകൊണ്ട് an എന്തുണ്ടായിരിക്കും? സപ്പോസ് ARN ഈസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് അതുകൊണ്ട് തന്നെ ARN എന്ത് ചെയ്യും? ഒരു ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, ഒരു ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താണ്? an ന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. So ARN converges to some L will implies that L is a limit point of an. an ന്റെ എന്താണ്? ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. an ന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ഇനി an എന്താണ്? കൺവേർജന്റ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ an കൺവേർജന്റ് ആയതുകൊണ്ട് അത് എന്തുണ്ടാവുള്ളൂ? എ യുണീക്ക് ലിമിറ്റ് പോയിന്റ് ഉണ്ടാവുള്ളൂ. ഒരു യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അതായത് L is the ലിമിറ്റ്. ആ യുണീക്ക് ലിമിറ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ദി L is the ലിമിറ്റ്. ഇതിൽ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്? ഒരു കൺവേർജന്റ് സീക്വൻസ് എടുത്തു, അത് ബൗണ്ടഡ് ആണ് ബൈ അവർ പ്രീവിയസ് ക്ലാസ് തിയറം. an is bounded. സോ അതിന് എന്തുണ്ടായിരിക്കും? ഈ തിയറം പ്രകാരം ARN എന്തുണ്ടായിരിക്കും? ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ARN കൺവേർജൻസ് L ആണെന്ന് എടുത്തു. സോ L നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ സബ്സീക്വൻഷ്യൽ ലിമിറ്റ് എന്ന് പറയാം. എല്ലാ സബ്സീക്വൻഷ്യൽ ലിമിറ്റ് എന്താണ്? ഇറ്റ്സ് എ ലിമിറ്റ് പോയിന്റ് ആണ്. ലിമിറ്റ് പോയിന്റ് ഓഫ് ദാറ്റ് ഒറിജിനൽ സീക്വൻസ് an ന്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. ബട്ട് an കൺവേർജന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്? ഇറ്റ് ഹാസ് എ യുണീക്ക് ലിമിറ്റ് പോയിന്റ്. ആ യുണീക്ക് ലിമിറ്റ് പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? L is the ലിമിറ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? an ന്റെ ഏത് ഒരു കൺവേർജന്റ് സീക്വൻസിന്റെ ഏത് കൺവേർജന്റ് സബ്സീക്വൻസ് എടുത്താലും അത് എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്? an ന്റെ ലിമിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ നമുക്ക് അതിനെ ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് റിസൾട്ട് ആയിട്ട് പറയാനുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? every convergent subsequence of a convergent sequence every convergent subsequence of a convergent sequence or convergent sequence converges to the same limit. Every convergent subsequence of a convergent sequence converges to the same limit. Okay, so ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? an ന് ഒരു ഡൈവേർജന്റ് സീക്വൻസ് ഉണ്ട് വിചാരിക്കാം. ഒരു സീക്വൻസ് ഞാൻ എടുത്തു an. If an has a divergent subsequence, an ന് ഒരു ഡൈവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈ ഈ തിയറത്തിന്റെ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് വെച്ച് നമുക്ക് എന്ത് പറയാം? an ന് ഡൈവേർജന്റ് സീക്വൻസ് ഉണ്ടെങ്കിൽ an is divergent. an ന് ഡൈവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? an എന്താണ്? ഡൈവേർജന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇത്തരം റിസൾട്ടുകൾ ഒന്ന് ഓർത്ത് വെക്കുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഞാനൊരു സീക്വൻസ് എടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു സീക്വൻസ് എടുത്തു. സോ എനിക്ക് എന്ത് പറയാം? A1, A2, A3 എക്സെട്ര, A4 എക്സെട്ര, AN എക്സെട്ര. ഓക്കെ, ഞാൻ അതിന്റെ സബ്സീക്വൻസ് രണ്ട് സബ്സീക്വൻസ് എടുത്തു, A2n ആൻഡ് A2n-1. എന്താണ് A2n ഉം A2n-1 ഉം? A2n എന്ന് പറഞ്ഞാല് ഈവൻ ടേംസിന്റെ A2, A4, A6 എക്സെട്ര. A2n-1 എന്ന് പറയുമ്പോൾ A1, A3 എക്സെട്ര.
അതായത് ഈവൻ ടേംസിന്റെ കളക്ഷൻ എടുത്തു, ഓഡ് ടേംസിന്റെ കളക്ഷൻ എടുത്തു. ഇനി ഈ രണ്ട് A2n-ഉം A2n-1 സെയിം ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കാം. കൺവേർജസ് ടു സെയിം ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, an is converges to the limit. അപ്പൊ ഞാനൊരു ആർബിട്രറി സീക്വൻസ് എടുത്തു. ആ സീക്വൻസിന്റെ ഈവൻ ടേംസിലുള്ള സബ്സീക്വൻസും ഓഡ് ടേംസിന്റെ സബ്സീക്വൻസും സെയിം ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കുക. that is limit A2n equal to limit A2n-1 which is equal to some L, then A2n limit an equal to L. an എന്തായിരിക്കും, കൺവേർജസ് ടു L ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു സീക്വൻസിന്റെ രണ്ട് സബ്സീക്വൻസ് ആണ് അല്ലെ, രണ്ട് സബ്സീക്വൻസ് നമുക്ക് കിട്ടി. ആ രണ്ട് സബ്സീക്വൻസിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒന്ന് ഈവൻ ടേംസിന്റെ സബ്സീക്വൻസ് ആണ്, രണ്ടാമത്തേത് ഓഡ് ടേംസിന്റെ സബ്സീക്വൻസ് ആണ്. ആ രണ്ട് സബ്സീക്വൻസും ഒരേ ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സീക്വൻസും നമുക്ക് എ എന്നുള്ള സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യും, എല്ലിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, എ എന്നുള്ള സീക്വൻസ് നമുക്ക് എല്ലിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു സീക്വൻസ് എടുത്തു, അതിന്റെ സബ് സീക്വൻസുകളുടെ ലിമിറ്റുകളുടെ കളക്ഷനെ നമ്മൾ എസ് എന്ന് വിളിച്ചു. ഇനി നമുക്ക് പറയാം എസ് സീക്വൻസ് ബൗണ്ടഡ് ആണ്. If an is bounded, then the set of all subsequential limit എന്താണ്, ഓൾസോ ബൗണ്ടഡ് ആണ്. ഒരു ബൗണ്ടഡ് സെറ്റ് എസ് കിട്ടി. ആ എസിന്റെ ഒരു ബൗണ്ടഡ് സെറ്റ്, എസ് ഒരു ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും, സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും, ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യും. ഈ സുപ്രീമത്തിനെയാണ് എസിന്റെ സുപ്രീമം ഓഫ് എസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലിമിറ്റ് സുപ്പീരിയർ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഇൻഫിമം ഓഫ് എസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് എൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് തന്നെ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു. ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാല് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് സുപ്രീമം ഓഫ് an plus 1 etc. ഇൻഫിമം ഓഫ് സുപ്രീമം ഓഫ് an plus 1 etc. അതുപോലെ ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് an എന്നുള്ളത് നമ്മൾ പറഞ്ഞു സുപ്രീമം ഓഫ് ഇൻഫിമം ഓഫ് an plus 1 etc. ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഇതിന്റെ റിസൾട്ട് ലിമിറ്റ് സുപ്പീരിയറിന്റെയും ലിമിറ്റ് ഇൻഫീരിയറിന്റെയും റിസൾട്ടുകളാണ് പറയുന്നത്. ഫസ്റ്റ് റിസൾട്ട് പറയുന്നത്, സപ്പോസ് an കൺവേർജന്റ് ആണ് വിചാരിക്കുക. an is convergent. an കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് അതിൽ എന്തായിരിക്കും, ഒരു യുണീക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റ് എന്താണ്, ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. അതായത് ഒറ്റ ലിമിറ്റ് പോയിന്റ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാലും ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞാലും രണ്ട് സബ്സീക്വൻഷ്യൽ ലിമിറ്റ് ആണ് അല്ലെ, സബ്സീക്വൻഷ്യൽ ലിമിറ്റ് ആണ്. ലിമിറ്റ് സുപ്പീരിയർ ലിമിറ്റ് ഇൻഫീരിയർ സബ്സീക്വൻഷ്യൽ ലിമിറ്റ് ആണ്. ഇനി an-ന് ഒറ്റ ലിമിറ്റേ ഉള്ളൂ എങ്കിൽ ആകെ എത്ര സബ്സീക്വൻഷ്യൽ ലിമിറ്റേ ഉള്ളൂ, ഒരേ ഒരു സബ്സീക്വൻഷ്യൽ ലിമിറ്റേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം, പിന്നെ ഇംപ്ലൈസ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് an. ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് an. ഇനി ലിമിറ്റ് സുപ്പീരിയറും an ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് an ആണെന്ന് വിചാരിക്കുക. ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് an ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ലിമിറ്റ് സുപ്പീരിയർ? ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാല് എസ് എന്നുള്ള സെറ്റിന്റെ സുപ്രീമം ആണ്. എസ് എന്നുള്ള സെറ്റിന്റെ സുപ്രീമം. ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ എസ് എന്നുള്ള സെറ്റിന്റെ ഇൻഫിമം ആണ്, ഇൻഫിമം ഓഫ് എസ്. അപ്പൊ സുപ്രീമം, ഒരു സെറ്റിന്റെ സുപ്രീമവും ഇൻഫിമം ഈക്വൽ ആവണമെങ്കിൽ ഒരു സെറ്റിന്റെ സുപ്രീമം, ഒരു ബൗണ്ടഡ് സെറ്റ് ആണ് കേട്ടോ, ഒരു ബൗണ്ടഡ് സെറ്റിന്റെ, കാരണം an കൺവേർജന്റ് ആണ്, സോ നമുക്ക് ബൗണ്ടഡ് സെറ്റ് ആണ് കിട്ടുന്നത്. ഒരു ബൗണ്ടഡ് സെറ്റിന്റെ സുപ്രീമം ഇൻഫിമം ഈക്വൽ ആണെങ്കിൽ എസ് എന്തായിരിക്കും, എസ് സിംഗിൾട്ടൺ സെറ്റ് സം എൽ ആയിരിക്കും. എസ് ഒരു സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും. സോ എന്ത് പറയാം, എസ് എന്നുള്ള സെറ്റിന് ഒറ്റ എലമെന്റേ ഉള്ളൂ. എന്താണ് എസ് എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞാല്, സബ്സീക്വൻഷ്യൽ ലിമിറ്റുകളുടെ കളക്ഷൻ.
സബ്സീക്വൻഷ്യൽ ലിമിറ്റുകളുടെ കളക്ഷൻ ആണ് എസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എസ് സിംഗിൾട്ടൺ ആണെന്ന് പറഞ്ഞാല് ഒറ്റ സബ്സീക്വൻഷ്യൽ ലിമിറ്റേ ഉള്ളൂ, അതായത് ഒറ്റ ലിമിറ്റ് പോയിന്റേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? n ഈസ് കൺവേർജന്റ്. എന്നിട്ട് പറയാം ലിമിറ്റ് സുപ്പീരിയർ n ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ n ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് കിട്ടി? n കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് ഇൻഫീരിയറും ലിമിറ്റ് സുപ്പീരിയറും ഈക്വൽ ആണ്. സപ്പോസ് ഇത് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് n എന്ന് പറഞ്ഞാല് n എന്നുള്ള ഒരു ബൗണ്ടഡ് n എന്നുള്ള കൺവേർജന്റ് ആയതുകൊണ്ട് അത് ബൗണ്ടഡ് ആണ്. സോ നമുക്ക് എസ് എന്നുള്ള സെറ്റ് എന്താണ്? സബ്സീക്വൻഷ്യൽ ലിമിറ്റുകളുടെ കളക്ഷൻ ആണ് എസ്, അത് ബൗണ്ടഡ് ആണെന്ന് പറയാം. ആൻഡ് ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എസിന്റെ സുപ്രീം ആണ്. ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ എസിന്റെ ഇൻഫീം ആണ്. ഒരു ബൗണ്ടഡ് സെറ്റിന്റെ സുപ്രീമും ഇൻഫീമും ഈക്വൽ ആവണമെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കണം? സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കണം. സോ നമുക്ക് എന്ത് കിട്ടും? സബ്സീക്വൻഷ്യൽ ലിമിറ്റുകളുടെ കളക്ഷൻ ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. അതായത് ന്റെ ലിമിറ്റ് പോയിന്റ്സ് എന്തേ ഉള്ളൂ? ഒറ്റ ലിമിറ്റ് പോയിന്റേ ഉള്ളൂ, അതുകൊണ്ട് അത് ലിമിറ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? n ഈസ് കൺവേർജന്റ്. സോ n ഈസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് സുപ്പീരിയർ n ആൻഡ് ലിമിറ്റ് ഇൻഫീരിയർ n ആർ ഈക്വൽ. ഓക്കെ, ഇനി നമുക്ക് ആൾജിബ്ര ഓഫ് ലിമിറ്റ് സുപ്പീരിയർ ലിമിറ്റ് ഇൻഫീരിയറിലേക്ക് പോവാം. ആൾജിബ്ര ഓഫ് ലിമിറ്റ് ഇൻഫീരിയർ ആൻഡ് ലിമിറ്റ് സുപ്പീരിയറിലേക്ക് പോവാം. സോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an പ്ലസ് bn. രണ്ട് സീക്വൻസ് എടുത്തു, an ഉം bn ഉം സീക്വൻസ് എടുത്തു. സീക്വൻസ് ബൗണ്ടഡ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് റിസൾട്ട് പറയുന്നതിന് മുമ്പ് അസംപ്ഷൻ ചെയ്യാം. an ആൻഡ് bn ആർ ടു ബൗണ്ടഡ് സീക്വൻസ്. ബൗണ്ടഡ് സീക്വൻസ്. ഫസ്റ്റ് റിസൾട്ട്, സോറി സെക്കൻഡ് റിസൾട്ട്, limit superior of an plus bn is less than or equal to limit superior of an plus limit superior of bn. Okay, similarly limit inferior of an plus bn is greater than or equal to limit inferior an plus limit inferior bn. ഓക്കെ, അപ്പൊ നമ്മള് ലിമിറ്റ്, സാധാരണ ലിമിറ്റ് കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് an പ്ലസ് bn ഈക്വൽ ടു ലിമിറ്റ് an പ്ലസ് ലിമിറ്റ് bn എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ ലിമിറ്റ് സുപ്പീരിയർ ആണ്. an ഉം bn ഉം രണ്ട് ബൗണ്ടഡ് സീക്വൻസ് ആണ് തന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ലെസ് ദാൻ എന്നുള്ള ഒരു ഇനീക്വാലിറ്റി വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ നോക്കുക. സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ് an ഈക്വൽ ടു സൈൻ nπ/2 എടുത്തു ആൻഡ് bn is equal to cos nπ/2 എടുത്തു. സൈൻ an സൈൻ nπ/2 ആൻഡ് bn is equal to cos nπ/2 എടുത്തു. വാട്ട് ഈസ് an പ്ലസ് bn? സൈൻ nπ/2 പ്ലസ് cos nπ/2. ഈ സീക്വൻസ് നമ്മളൊന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ഫോർ n ഈക്വൽ ടു 1, n 1 ആണെങ്കിൽ സൈൻ π/2 പ്ലസ് കോസ് π/2 എങ്ങനെ വരിക? കോസ് π/2 എന്താ വരുന്നത്? 0 വരും. സൈൻ π/2 1 വരും. നെക്സ്റ്റ് n ഈക്വൽ ടു 2 ആണെങ്കിൽ സൈൻ π പ്ലസ് കോസ് π വരും. എന്ത് കിട്ടും? -1 കിട്ടും. നെക്സ്റ്റ് സൈൻ 3π/2 അല്ലെ? സൈൻ 3π/2 പ്ലസ് കോസ് 3π/2. സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? സൈൻ 3π/2 വരുമ്പോ വരും, സൈൻ 3π/2 വരുമ്പോ -1 വരും. കോസ് 3π/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ കോസിന്റെ വാല്യൂ 0 ആണ്. സോ -1 വരും. നെക്സ്റ്റ് സൈൻ 4π വരുമ്പോ 0 വരും. കോസ് 4π വരുമ്പോ 1 വരും. ഓക്കെ, ഇത് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ 1 -1 -1 1 അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സുകളുടെ കളക്ഷൻ എന്താണ്? എസ്. സബ്സീക്വൻഷ്യൽ ലിമിറ്റിന്റെ കളക്ഷൻ എന്താ? -1 ഉം 1 ഉം. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഉം 1 ഉം. സോ ലിമിറ്റ് സുപ്പീരിയർ an പ്ലസ് bn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് ലിമിറ്റ് സുപ്പീരിയർ an പ്ലസ് bn? ഈ സീക്വൻസുകളുടെ സബ്സീക്വൻഷ്യൽ ലിമിറ്റിന്റെ സുപ്രീമം അല്ലെ? സബ്സീക്വൻഷ്യൽ ലിമിറ്റുകളുടെ സുപ്രീമം എന്താണ്? സബ്സീക്വൻഷ്യൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഇവിടെ എന്താണ്? -1 ഉം 1 ഉം. അതിന്റെ സുപ്രീം എന്താണ്? 1.
ഇനി എന്റെ നോക്കുക, എന്റെ ഓക്കെ. എന്റെ നോക്കുമ്പോ എന്റെ സീക്വൻസ് എൻ എന്നുള്ള സീക്വൻസ് ഞാൻ എഴുതുമ്പോ സൈൻ n π/2 മാത്രമാണ്. സോ ഏതൊക്കെ വരാം? വാട്ട് ഈസ് സൈൻ π/2? ഫസ്റ്റ് 1 വരുമ്പോ സൈൻ π/2 വരും 1, സൈൻ π വരും 0, സൈൻ 3π/2 വരും -1, സൈൻ 4π വരും 0, സൈൻ 5π/2 വരും 1, എക്സെട്ര അങ്ങനെ വരും. ഇതിലെ സീക്വൻഷ്യൽ സബ്സീക്വൻഷ്യൽ ലിമിറ്റുകളെ സെറ്റ് എടുക്കുമ്പോ നമുക്ക് എന്ത് വരും? 1 0 -1 ഓർ -1 0 1. സോ ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an എന്താ വരിക? 1 വരും. സിമിലർലി കോസ് bn ന്റെ സെറ്റിനെ bn എന്നുള്ള സീക്വൻസിനെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? cos π/2 വരും 0, cos 2π/2 വരും -1, cos 3π/2 വരും 0, cos 4π/2 1, എക്സെട്ര. അതിന്റെ എസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സബ്സീക്വൻഷ്യൽ ലിമിറ്റിന്റെ കളക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 0 1 കിട്ടും. സോ ലിമിറ്റ് സുപ്പീരിയർ bn എന്ത് വരും? 1 വരും. സോ ഇനി നോക്കുക, ലിമിറ്റ് സുപ്പീരിയർ പ്ലസ് an പ്ലസ് ലിമിറ്റ് സുപ്പീരിയർ bn എന്ന് പറയുമ്പോൾ 1 + 1 വരും, വിച്ച് ഇസ് ഈക്വൽ 2 വരും. ആൻഡ് 2 is strictly greater than 1 ആണ്. 1 is equal to എന്താണ്? ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an പ്ലസ് bn. ലിമിറ്റ് സുപ്പീരിയർ an പ്ലസ് bn വരും. അപ്പൊ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഓക്കെ. ഇനി an-ഉം bn-ഉം കൺവെർജന്റ് ആണെങ്കിൽ അവിടെ എന്ത് വരും? ഈക്വൽ ആയിട്ട് വരും. an-ഉം bn-ഉം കൺവെർജന്റ് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് വരും. ഓക്കെ. ഇനി an എന്നുള്ളത് an-ഉം bn-ഉം മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ് വിചാരിക്കുക, രണ്ട് മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? an പ്ലസ് bn ബൗണ്ടഡ് ആണ്, an പ്ലസ് bn-ഉം എന്താണ്? മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? അവിടെയും കൺവെർജൻസ് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. അത് ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ആയിട്ട് ചെയ്യാം. സിമിലർ ഈ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ കേസിൽ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഓർ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ. സോ നെക്സ്റ്റ് റിസൾട്ട്, അടുത്ത റിസൾട്ട് പറയുന്നത് നാലാമത്തെ റിസൾട്ട്, ലിമിറ്റ് സുപ്പീരിയർ ഓഫ് an into bn is greater than or less than or equal to limit superior of an into limit superior of bn and limit inferior of an bn is greater than or equal to limit inferior an limit inferior bn. ഓക്കെ. അപ്പൊ ഇതിലെ റിസൾട്ടുകളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ സബ്സീക്വൻസുകളുടെ ലിമിറ്റുകളുടെ കളക്ഷൻ, അല്ലെങ്കിൽ ലിമിറ്റ് സുപ്പീരിയർ ലിമിറ്റ് ഇൻഫീരിയർ, ഈ ഒരു ഭാഗത്തില് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇത്ര റിസൾട്ടുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റു റിസൾട്ടുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.